മറ്റൊന്ന് വയനാട് ചെമ്പ്രമല ട്രക്കിങ്ങിൽ 2008 മുതൽ നടന്നത് കോടികളുടെ അഴിമതി. ചെമ്പ്രമല ട്രക്കിങ്ങിൽ പ്രതിദിനം വനം വകുപ്പിന് ലഭിച്ചിരുന്നത് 1 ലക്ഷത്തിലേറെ രൂപ. അതേസമയം ട്രക്കിംഗ് വരുമാനം സംബന്ധിച്ച കൂടുതൽ കണക്കുകൾ വിവരാവകാശ പ്രകാരം ചോദിച്ചിട്ടും വനം വകുപ്പിന് മറുപടിയില്ല. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഇത് ജനം വാർത്തകളുടെ എക്സ്ക്ലൂസീവ് വാർത്തയാണ് വിനീഷ് റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖകൾക്കായാണ് വനം വകുപ്പിനെ നമ്മൾ സമീപിച്ചത്. പക്ഷേ യാതൊരു മറുപടിയും ഇല്ലാതെ ഇരുട്ടിൽ തപ്പുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, ഓഡിറ്റിംഗ് പോലും കൃത്യമായി നടന്നിട്ടുമില്ല. തീർച്ചയായിട്ടും മനു, 2008 മുതലാണ് വയനാട് ചെമ്പ്രമലയിൽ ഇത്തരത്തിലുള്ള ഒരു ട്രക്കിംഗ് വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത്. ആ ട്രക്കിങ്ങിന് ആ സമയം മുതൽ തന്നെ കൃത്യമായ പണം വിനോദസഞ്ചാരികളിൽ നിന്ന് ഫീസായി ഈടാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്ന് 700 രൂപയായിരുന്നു 2008. 700-ഉം 600-നും ഇടയിലായിരുന്നു 2008 ട്രക്കിംഗ് ആരംഭിക്കുന്ന സമയത്ത് ഓരോ വ്യക്തികളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഒരു വ്യക്തി അല്ലെങ്കിൽ 5 പേർ അടങ്ങുന്ന സംഘത്തിന് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ 2024 എത്തുമ്പോൾ അത് 1800 രൂപ പ്ലസ് ടാക്സ് എന്ന ഇനത്തിലാണ് 5 അംഗ സംഘം അല്ലെങ്കിൽ 5 പേർ അടങ്ങുന്ന ഒരു സംഘത്തിന് അല്ലെങ്കിൽ ഒരാൾക്ക് ഇപ്പോൾ നിലവിൽ വാങ്ങുന്നത്. വിദേശികൾ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുമ്പോൾ ഒരാൾക്ക് 3500-ലധികം രൂപയാണ് ഇവിടെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ട്രക്കിങ്ങിനായി അനുമതി നൽകാൻ ഫീസ് ഇനത്തിൽ വാങ്ങുന്നത്. ഇവിടെയാണ് വനം വകുപ്പിൻ്റെയും അവിടെയുള്ള ഭരണസമിതി എന്ന് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടത് വയനാട് മേപ്പാടി ബ്രാഞ്ച് കമ്മിറ്റി ഏരിയ അംഗങ്ങൾ, CPMൻ്റെ ഏരിയ അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് ചെമ്പ്രമല വനസംരക്ഷണ സമിതി എന്ന പേരിലുള്ള ഭരണസമിതി. ആ ഭരണസമിതിയും വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും കൂടിയാണ് വലിയ തട്ടിപ്പ് അല്ലെങ്കിൽ കോടികളുടെ അഴിമതി അവിടെ നടത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് വിവരാവകാശ പ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് വനം വകുപ്പിൽ നിന്ന് ലഭിച്ച മറുപടികളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മൾ ചോദിച്ചത് 2008 മുതൽ ഇതുവരെയുള്ള ഈ വനം വകുപ്പിന് ലഭിച്ച ട്രക്കിംഗ് ഇനത്തിൽ വനം വകുപ്പിന് ലഭിച്ച തുക എത്ര രൂപയാണ്, ഫീസ് ഇനത്തിൽ ലഭിച്ച തുക എത്ര രൂപയാണ് എന്ന ചോദ്യമാണ് ചോദിച്ചത്. ആ ചോദ്യത്തിന് വനം വകുപ്പ് തന്നെ വിവരാവകാശ പ്രകാരം അപേക്ഷയിൽ നൽകിയിരിക്കുന്ന മറുപടി ഇത്തരത്തിലാണ്. വനം വകുപ്പ് വ്യക്തമാക്കുന്നത് 2008 മുതൽ ഈ 2022 വരെയുള്ള കാലയളവിലുള്ള കണക്കുകൾ തങ്ങളുടെ പക്കലില്ല, അല്ലെങ്കിൽ അത്തരം രേഖകൾ ഓഡിറ്റിംഗ് നടന്നിട്ടില്ല, ഓഡിറ്റിംഗ് രേഖകൾ കയ്യിലില്ല എന്നാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോടികളുടെ അഴിമതി തന്നെയാണ് വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ചെമ്പ്രമലയിൽ നടന്നിരിക്കുന്നത്. വനം വകുപ്പിൻ്റെ മാത്രമല്ല, അവിടെ CPMൻ്റെയും സർക്കാരിൻ്റെയും ഒത്താശയോടുകൂടി നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് CPMനെ ഇതിൽ ഉൾപ്പെടുത്താൻ കാരണം അവിടുത്തെ ഭരണസമിതിയാണ്. ആ ഭരണസമിതിയാണ് അവിടെ ഫീസ് നൽകുന്നതിലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതും ഈ പണം സൂക്ഷിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് CPMൻ്റെ നേതൃത്വത്തിൽ വലിയൊരു വനം കൊള്ള തന്നെയാണ് ട്രക്കിങ്ങിൻ്റെ പേരിൽ സംസ്ഥാനത്ത് 2008 മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പണം പാർട്ടി ഫണ്ടിലേക്കാണോ മാറ്റിയത്, അതല്ലെങ്കിൽ വ്യക്തിപരമായി പാർട്ടി പ്രവർത്തകർ ഉപയോഗിച്ചോ എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇനി വേണ്ടത് എന്ന ആവശ്യമാണ് ഉയരുന്നത്. എന്തായിരുന്നാലും ചെമ്പ്രമലയിൽ കോടികളുടെ അഴിമതി ട്രക്കിംഗ് ഫീസ് ഇനത്തിൽ ലഭിച്ചതിൽ നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് വിവരാവകാശ രേഖ പ്രകാരമുള്ള വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.